ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്ക് സ്റ്റൈലിൻ്റെ GTA 5 അപ്ഡേറ്റ് ആണ്. ഓൾറൈറ്റ്, നമുക്ക് വേഗം ഗെയിമിലേക്ക് പോകാം. ഇതിൻ്റെ ഓൾറൈറ്റ്, നമ്മളാണെങ്കിൽ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ശരിയൊക്കെ ഉണ്ട്. നമ്മൾ അതേ ഗൺസാണ്, അത് പിസ്റ്റലും അതേ സെയിം. കണ്ണ് വേറെയുള്ള ഇത് പിന്നെ സെയിമാണ് ഗൈസ്. പിന്നെ സ്നൈപ്പർ വേറെയാണ് ഗൈസ്. പിന്നെ സ്റ്റിക്കി ബോംബ് വേറെയാണ് ഗൈസ്. പിന്നെ ഇതിനകത്ത് ഗ്രാനേഡ് ഉണ്ട് കേട്ടോ. ഈ ബ്ലാസ്റ്റ് ആവും. ഇപ്പോൾ ഇതിന് മുമ്പ് പോയേക്കാം. ഇപ്പോൾ ബൈക്ക് നമ്മുടെ ബൈക്ക് കത്തിപ്പോയി. കാറുണ്ട് നോക്കട്ടെ. കാർക്ക് GTA 5 കാറില്ലേ ആണെന്ന് തോന്നുന്നു. എനിക്ക് ബൈക്ക് വേണം, അതുകൊണ്ട് ഇതാരാ എന്നെ വെയിറ്റ് ചെയ്യുക. ഞാനൊന്നും കൂടെ റിമൈൻഡ് ചെയ്തിട്ട് വരാം ഗെയിമേ. ഓൾറൈറ്റ് ഗൈസ്, ഞാൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചീറ്റ് കോഡ്സൊക്കെ എനിക്കറിയാം. ഓക്കെ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ നഗരം ഫുള്ള് നശിപ്പിക്കാൻ പോകുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. അതിനു മുമ്പ് നമുക്ക് ലെജൻഡ് ആവണം. ഓൾറൈറ്റ് ഗൈസ്, നമ്മളങ്ങനെ ലെജൻഡ് ആയിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ഈ ഉടുപ്പൊന്ന് ചെയ്തിട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഇത് കൊടുക്കാണ്ട് ഒരു സെക്കൻഡ് ഗൈസ്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഓൾറൈറ്റ് ഗൈസ്, ഞാനാണെങ്കിൽ ഒരു ഇടിമിന്നലിൽ ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സൂപ്പർ സ്പീഡ് 311 കോൾ. ചീറ്റ് ആക്ടിവേറ്റ്. ഇത് ഇപ്പോഴും ഇതാണ് 311 ഇതിൻ്റെ കക്ഷികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ശരിയില്ല. നമുക്ക് ഇനി ഇത് നശിപ്പിക്കാം. അതിനു മുമ്പ് ഗൈസ്, ഞാനാണെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന് ചീക്കുകൾ ഓടിക്കാം. അതെങ്ങനെ ഉണ്ടാവും? ഓൾറൈറ്റ് ഗൈസ്, അതിനു മുമ്പ് നമുക്ക് 4000 അടിക്കണം. അല്ല, 4000 അല്ലേ ഗൈസ്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും എനിക്ക് 5 സ്റ്റാർ വന്നിരിക്കുന്നത്. ഇപ്പോൾ പോലീസല്ല എൻ്റെ പുറകെയാണ്. അത് ഞാൻ നഗരമൊക്കെ നശിപ്പിച്ചോട്ടെ. നല്ല നഗരം നശിപ്പിക്കാൻ പറ്റും. ഒത്തിരി കൂടി ജീവൻ ഒടിക്കുമ്പോഴല്ല ചാവും. എല്ലാം അടിച്ചാവും. അല്ല പിന്നെ എന്നോട് കളി എന്നാ പിടിച്ചു. ഈ ഫ്രാങ്കിൾ ആയിരുന്നെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. എന്നാ പിടിച്ചു മോനെ. എല്ലായിടത്തും സ്റ്റിക്കി ബോംസ് ഇരിക്കട്ടെ. നിനക്കും വേണം സ്റ്റിക്കി ബോംസ്. നിനക്കൊക്കെ സ്റ്റിക്കി ബോംസ് വന്നിട്ട് ഞാൻ കൊടുത്തുള്ളൂ. എടി നിനക്ക് സ്റ്റിക്കി ബോംബ് വരട്ടെ. എല്ലാത്തിനും ബ്ലാസ്റ്റ് ചെയ്യാൻ ഇതെന്തിനാ ഇവിടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്? എല്ലാം ഇപ്പം പുട്ടക്കുന്നുണ്ട് ഗൈസ്. എല്ലാത്തിനും ഇപ്പം കാണിച്ചു തരാം ഗൈസ്. ലോക്കൽ സോൾജർ. അയ്യോ, നമ്മൾ ചത്തു പോകുന്നത്. ഈ ഗെയിമിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. തൽക്കാലം ഇപ്പം നമ്മൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും കൊണ്ട് പോയേക്കാം. വെറുതെ എന്തിനാ പോയി ഗ്രാമമൊക്കെ തൊട്ടിക്കണ്ടേ? നശിപ്പിക്കുന്ന എന്നിട്ടോട് പോലീസുകാരൊന്ന് കൊല്ലാൻ. എനിക്കാണെങ്കിൽ എൻഫിൻ്റെ ഹെൽത്തിൻ്റെ ചീറ്റ് അറിയില്ല. ഗൈസ്, ഇൻട്രസ്റ്റ് പറഞ്ഞില്ലേ മോനെ. ഈ ബൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ വേറെ ബൈക്ക് അയക്കാൻ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരണം. ഓൾറൈറ്റ് ഗൈസ്, നമ്മൾ റീമൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബൈക്ക് എടുക്കണം. അതൊന്നും എനിക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഷർട്ടൊന്നും മാറ്റിയിട്ട് പോരാ. ഓൾറൈറ്റ് ഗൈസ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇടിമിന്നൽ, അതായത് ഇടിമിന്നലിൻ്റെ പവർ നമുക്ക് കിട്ടിയില്ല. അതിനുവേണ്ടി നമുക്ക് തോറേണ്ട ഹാമർ വേണം. അതിന് വേണ്ടിക്കും ഇരകൺ. അതാണ്ട് കിടക്കുന്ന ഹാമർ. ഇത് വെച്ചൊന്നും പറ്റുമോ ഗൈസ്? നോക്കട്ടെ. ഒരാൾ ഇടിച്ചിട്ട് അത് നമ്മുടെ തന്നെ തിരിച്ചു വരും. കൊള്ളാം. നമുക്ക് ബൈക്ക് പൊക്കേക്കാം. അല്ലെങ്കിൽ ഇത് കാര്യം ചെയ്താലോ, ഈ വീഡിയോ നമുക്ക് ലെജൻഡായിട്ട് പോവാം. അങ്ങനെ ഉണ്ടാവും. അത് കൊള്ളാം. അതിന് ലെജൻഡിന് വേണ്ടി നമ്മൾ അടിക്കണം 22. ഓൾറൈറ്റ് ഗൈസ്, നമ്മളങ്ങനെ ലെജൻഡായിട്ടുണ്ട്. ഇനി ബൈക്കിൽ കയറി എങ്ങനെ ഇരിക്കും ഗൈസ്? ഇയാൾ ബൈക്കിൽ കയറുന്നതാണ് വലിയ ചിരി വരുന്നു. ഞാൻ എന്തായാലും ഇറങ്ങും. ഇതെന്തിരി? അയ്യോ ഗൈസ്, ഇനി ഞാൻ മേലെ ലെജൻഡായിട്ട് ഇതിങ്ങനെ ചെയ്യില്ല. എന്നും കൂടെ റിമൈൻഡ് ചെയ്തു ഗൈസ്. നമ്മളാണെങ്കിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിൽ കയറി ഇന്നാടുന്ന് ചുറ്റിക്കറിയിട്ട് വരാം ഗൈസ്. ഈ വീട് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റൈഡിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഉണ്ടെന്ന്. അല്ല, ഒന്ന് വെയിറ്റ് ചെയ്തേ. ഈ കാർ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഗൈസ്. നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റൈഡിൽ അതേ ബുഗാട്ടി കാറും കണ്ടാണിത്.
ഇപ്പോഴും ഓർമ്മയുണ്ടാക്കാറ്. ഓ ഇവിടുത്തെ NPC ഒക്കെ കൊള്ളാലോ. ഓ ഈ കോഴ്സാണ് ഓടിക്കുന്നത്. ഗൈസ് താണ്ട റാമ്പ് ജമ്പ്, മറ്റേ റാമ്പ് ജമ്പ് എല്ലാം കോപ്പി അടിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇവിടെ ജുറാസിക് പാർക്ക് ഉണ്ടാവുമോ? ഞാൻ ചെക്ക് ചെയ്തിട്ടെ എന്ത് പറയുന്നു. ഓക്കെ ഗൈസ്, ജുറാസിക് പാർക്ക് കണ്ടിട്ട് വരാം. ഗൈസ് ജുറാസിക് പാർക്ക് കാണുന്നതിന് മുമ്പ് എനിക്ക് എയർപോർട്ട് വേണമെന്ന് പോകും. ഗൈസ് ഞാൻ ഗെയിമിൽ ആദ്യമായിട്ടോ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന കാണുന്നത്. നിങ്ങൾ കണ്ടോ? കണ്ടേക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓൾ റൈറ്റ് ഗൈസ്. ഇതിൽ കൂടെ എവിടെയാണ് എൻട്രൻസ്? ഓ ഇനി അപ്പുറത്ത് കൂടെയാണ് എൻട്രൻസ്. പോയി നോക്കിക്കാം. ഓ എൻ്റെ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഒരു സെക്കൻഡേ ബ്രോ, ബൂസ്റ്റർ ഉണ്ട് ഗൈസ്. ഇതിനകത്ത് എൻട്രൻസ് ഉണ്ട്. ഞാൻ എൻട്രൻസ് തപ്പിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഒരു ഞാൻ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലെയിനൊക്കെ കൊള്ളാമല്ലേ? എന്ത് നല്ല പ്ലെയിൻസ്. പക്ഷെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനും നല്ലതായിട്ട് ചെയ്തായിരിക്കും. അവിടെ ഹെലികോപ്റ്ററാണത്. അപ്പോൾ ഇവിടെയാണ് ഇതൊക്കെ വന്ന് പാർക്കിനല്ലേ. നല്ല വലുപ്പമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈവിംഗ് 3 പോലെയല്ല. തൽക്കാലം ഇപ്പോൾ ഇത്രയ്ക്കും മതി. ഇനി നമുക്ക് ജുറാസിക് പാർക്കിലേക്ക് നോക്കാം. ഞാൻ ഇറക്കുന്നത് ജുറാസിക് പാർക്ക് എയർപോർട്ടിന് അടുത്ത് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇതെന്താ ഒന്നും പറ്റാത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവുമോ? അതാണോ റെയിൽവേ സ്റ്റേഷൻ? ചേട്ടാ ഇനി ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ്? ഗസ് ഇതിൻ്റെ എൻട്രൻസ് ഞാൻ തപ്പിയിട്ട് ഇപ്പോൾ വരാവേ. എത്ര ശ്രമിച്ചിട്ട് എൻട്രൻസ് കിട്ടുന്നില്ല. ഒരു ഐഡിയ ഉണ്ട് എനിക്ക്. അതൊന്നും ബ്രേക്ക് പിടിക്കട്ടെ. നമുക്ക് ആ സൂപ്പർ ജമ്പ് വെച്ച് പോവാം. അല്ല സൂപ്പർ ജമ്പിൻ്റെ എത്ര 1 2 1 ചീറ്റ് ആക്ടിവേറ്റ്. പോട്ടെ എന്നോടാ കളി. അയ്യോ ഡാറ്റ എൻട്രൻസ് ഞാൻ ചെമ്മിപ്പോയോ? ഞാൻ അങ്ങോട്ടാ പോകുന്നു. എന്നോടാ കളി. ഒരുവിധം ജുറാസിക് പാർക്ക് എത്തി. നമുക്കൊരു ക്യൂട്ട് കോഡും കടിച്ചു കൊടുത്താൽ എല്ലാം വരുവാവും. രണ്ട് കസിൽ കാർ 800 ഇട്ടാലോ? രണ്ട് കസിൽ ഒരു ഇത് കാറ്. ഇനി നമുക്ക് 4 അടിച്ചാലോ? റോം കിറ്റ് കോഡ് എന്താ ആരോ നമ്മൾ ബാക്ക് ചെയ്ത് ഓടിയിട്ട് പോലും അറിയില്ല ഗൈസ്. ഇനി നമ്മളെന്ത് ചെയ്യും? എനിക്കൊരു ബൈക്ക് വേണം. കിട്ടുമോ? എവിടെ 500 അടിച്ചു നോക്കാം. ഒരു ബൈക്ക് വന്നു, പക്ഷെ എവിടെയാണ് പോയി? അതാണ്ട് പിന്നെ ബൈക്ക്സ് അടിയിലേക്ക് പോകണ്ട ബൈക്ക് കിട്ടാ. ഇനിയൊന്നും ഞാൻ അങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശിക്കില്ല. ഇവിടെ നടിക്കാം 500. ഒരു ബൈക്ക് കിട്ടി ഗൈസ്. ഇതിനകത്ത് പോട്ടെ. ഇതിനകത്ത് നേരത്തെക്കാട്ട് കുറച്ചും കൂടെ ബെറ്റർ ബൈക്കാന്ന് തോന്നുന്നു ഗൈസ്. നല്ല ബൈക്ക്. ഇനി ഇവിടെ ഡൈനോസറസിനെ തപ്പണം. അപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഡൈനോസറിനെ കണ്ടുള്ള ഡൈനോസറൊന്നും ഇല്ലേ? അവിടെ വഴിയില്ല. ഞാൻ തപ്പി നോക്കാം. റാമ്പും എവിടെയായിട്ട് ഡൈനോസർ ഉപയോഗിക്കും. ഉടനെ ഇപ്പോൾ പോയാനെ. ഡൈനോസർ വേർ ആർ യു ഡൈനോസർ? ഡൈനോസർ വേർ ആർ യു ഡൈനോസർ? ഞാൻ ഇവിടെ എല്ലാവർക്കും തപ്പി നോക്കി. ഡൈനോസർ പോയിട്ടൊരു കുയിനോസർ പോലും ഇല്ല ഇവിടെ. അതായത് ഇത് ഇന്ത്യൻ ബാക്ക് ഡ്രൈവിംഗ് പോലെ അല്ല. അപ്പം ജുറാസിക് പാർക്ക് എന്നാണ് പറഞ്ഞത് പേര് എഴുതി വെച്ചിരിക്കുന്നത്. പോയി നോക്കിയാൽ അതിനു മുമ്പ് അതുപോലെ നമ്മൾ പറ്റിക്കപ്പെട്ടു പോകും. അങ്ങനെ ആരും വയ്യില്ല. ഇവിടെ ഡോർ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ട് കുറേ നേരം പോകണം. വെയിറ്റ് ചെയ്യുക ഗൈസ്. താണ്ട് ഇറക്കും ജുറാസിക് പാർക്കിന്ന്. ഇത് എന്ത് ചെയ്യുന്നറിയാം? ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ പാർക്കിൻ്റെ സാധനം വെച്ചിട്ട് പാർക്ക് നിരത്തണം, അല്ലെങ്കിൽ ജസ്റ്റ് ഫോറസ്റ്റ് നിരത്തണം. ഇതെന്താണ് ഗൈസ്? ഇത് ജുറാസിക് പാർക്കെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, ഞാൻ ഈ റാമ്പ് ജമ്പിൻ്റെ മുകളിലേക്ക് പോകുകയാണ്. പിന്നെ ഈ റാമ്പ് ജമ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് താഴേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യും. ഓക്കെ, പോട്ടെ. ഞങ്ങളെത്തു ഗൈസ് റാമ്പ് ജമ്പ്. ഇതിനൊന്നും ഒരു അവസാനം ഇല്ലേ ഗൈസ്? ഒക്കെ ഗൈസ് ഞാൻ മുകളിലേക്ക് എത്തിയിട്ട് വിളിക്കാം. ഓൾറെഡി ഗൈസ് ഞാൻ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇനി നമുക്കൊന്ന് താഴേക്ക് നേരെ പോകാം. ഹയ്യ അമ്മേ രാവല്ലേ രക്ഷിക്കണേ അമ്മച്ചി അപ്പച്ചോ നോട്ടേ ഒരു ഗൈസ് ഞാൻ അവിടുന്ന് തപ്പേന്ന് പറഞ്ഞ് വീണ്. ഇതെന്തിനും കിടക്കണ കിടപ്പ് കണ്ട വെട്ടിക്കിട്ട് വായിത്തട്ട് പോലെ എൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ജോലിയായിട്ട് ഗൈസ്. ഒരു ഫലികൾ കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ ഗൈസ്. ഞാൻ ചാളിച്ച് മുടി പോയിട്ട് റാമ്പറ്റ് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബൈക്ക് ഒന്നും എടുക്കാൻ പോകുന്നില്ല, ഇതിനകത്ത് ഇൻഫിനിറ്റി ഹെൽത്തും എടുക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളെ സംഭവം കാണിച്ചു തരാണ്. ഇവിടെ ഞാൻ താഴേക്ക് പോയാൽ എനിക്കൊന്നും സംഭവിക്കില്ല. കാണോ നോക്കി, ഞാൻ ഒരു ദിവസം ട്രൈ നോക്കിയതാണ്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ ആക്കുന്നല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഇത് മറ്റേ ഫീജേനെ നിലത്ത് പോകുന്ന പോലെയുണ്ട്, ഒന്നും സംഭവിക്കാൻ പറ്റില്ല. കണ്ട സ്ട്രെയിറ്റ് ഇത്രയും മൂടിന്ന് വീണിട്ടും ഈ ഫ്രാങ്കിലൊന്നും വെച്ചിട്ടില്ല. ഇതാണ് പ്രോ മാക്സിൻ്റെ ബൈക്ക് ഡ്രൈവിംഗ് 3D ഓൾറെഡി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സംഭവം കൂടെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതുവരെ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗായ്.